ഹൈദരാബാദിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. ചാർമിനാറിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. മരണം 17 എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുന്നു. ഗുൽസാർ ഹൌസിലാണ് തീപിടുത്തമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്, ആശങ്കയുണ്ടോ? അനുജ, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അനുനിമിഷം മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പസമയം മുൻപ് വരെ 8, 9 എന്നൊക്കെ രീതിയിൽ കണക്കുകൾ വന്നുവെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 17 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ താഴത്തെ നിലകളിൽ കടകളും ഒപ്പം തന്നെ മുകളിൽ അതേ കടകളുടെ ഉടമകൾ തന്നെ ഏതാണ്ട് താമസിക്കുന്ന ഒരു നിലയിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. അത്തരത്തിൽ വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് രാവിലെ 6:30 കൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീപിടുത്തത്തിൽ ഇപ്പോൾ 17 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വിവരമാണ് പുറത്തു വരുന്നത്. അതിലൊരു 2 വയസ്സുകാരൻ ഉൾപ്പെടെ മരിച്ചിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആദ്യം ഈ മരിച്ച 8 പേരുടെ പേര് വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതിൽ 4 സ്ത്രീകളാണുള്ളത്. 4 സ്ത്രീകളും ഒപ്പം തന്നെ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം 72 വയസ്സുള്ള ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. ആദ്യം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ചുള്ള 8 പേരുടെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മരണസംഖ്യ 17 ഉയർന്നിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനം, ഈ താഴത്തെ നിലകളിൽ ഏതാണ്ട് പൂർണ്ണമായും തീ വലിയ തോതിൽ പിടിക്കുകയും ഒപ്പം തന്നെ കടകൾ പൂർണ്ണമായി നശിക്കുന്ന തരത്തിലേക്ക് തീയുടെ വ്യാപനമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിലും ആളുകൾക്ക് അകത്തേക്ക് കയറി ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു റെസ്ക്യൂ. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഗുരുതരമായ ആളുകളുണ്ടോ അക്കൂട്ടത്തിൽ? ഇപ്പോഴും 7 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് അവിടെയുള്ള ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ നമുക്ക് നൽകിയ വിവരം. അങ്ങനെയാണെങ്കിൽ 7 പേര് കൂടി ചേർത്തുകൊണ്ട് ഏതാണ്ടൊരു വലിയ തോതിൽ 30ഓളം പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 7 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അപ്പോൾ 17 പേർ മരിച്ചിരിക്കുന്നു, 7 പേരുടെ നില ഗുരുതരമാണ്. ചെറിയ തീപിടുത്തമൊന്നുമല്ല ഉണ്ടായത്. ഒരു തരത്തിലും അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ വീടുകളിൽ ഉണ്ടായിരുന്നവരാണ് മരണമടഞ്ഞവരിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഹൈദരാബാദിൽ ചാർമിനാറിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. 17 മരണം. ഇതിൽ സ്ത്രീകളും കുട്ടിയും ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. കൂടാതെ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.